ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവന്റെ ജനം ഭാഗ്യവാന്മാർ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 രാജാക്കന്മാർ 10-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ നീ എനിക്ക് മുൻപേ ഗിൽഗാലിലേക്ക് പോകണം. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിപ്പാൻ ഞാൻ നിന്റെ അടുക്കൽ വരും. ഞാൻ നിന്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടതെന്തെന്ന് പറഞ്ഞു തരുവോളം 7 ദിവസം അവിടെ കാത്തിരിക്കണം. ഷേബയിലെ രാജ്ഞി ഒരിക്കൽ ശലോമോൻ രാജാവിനെയും ഇസ്രായേൽ ജനതയെയും കുറിച്ച് സാക്ഷ്യപ്പെടുത്തി നിന്റെ ജനം ഭാഗ്യവാന്മാർ എന്നു പറഞ്ഞു. എന്നാൽ കർത്താവിൽ അഭയം പ്രാപിക്കുന്നവർ എത്രയധികം ഭാഗ്യവാന്മാർ! ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന നിലയിൽ നാം വളരെയധികം പദവിയുള്ളവരാണ്. അവൻ നമ്മെ സ്നേഹപൂർവ്വം തന്റേതാണെന്ന് വിളിക്കുന്നു. തിരുവഴുത്തിലൂടെ നമുക്ക് അവന്റെ സ്വർഗീയ ജ്ഞാനത്തിന്റെ മഹത്വം അനുഭവിക്കാൻ കഴിയും. അവന്റെ വാഗ്ദാനങ്ങൾ അവകാശമാക്കുകയും അവന്റെ ഉടമ്പടി ജനമായി ജീവിക്കുകയും ചെയ്യുന്നത് സമാനതകളില്ലാത്ത അനുഗ്രഹമാണ്. സലാലയ്ക്കടുത്തുള്ള ഒമാൻ ഉൾക്കടലിൽ ഷേബയിലെ രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നു. ഇപ്പോൾ ജീർണാവസ്ഥയിലാണെങ്കിലും അത് അക്കാലത്ത് മഹത്വത്തിന്റെയും പ്രൗഢിയുടെയും ഒരു സ്ഥലമായിരുന്നിരിക്കണം. ഷേബ എന്ന പേരിന്റെ അർത്ഥം 7 എന്നാണ്. അവൾ 7 രാജ്യങ്ങളെ ഭരിച്ചുവെന്നും 7 മനോഹരമായ കൊട്ടാരങ്ങൾ കൈവശപ്പെടുത്തിയെന്നും ചരിത്രകാരന്മാർ പറയുന്നു. എത്യോപ്യയിൽ നിന്നുള്ള ഷേബയിലെ രാജ്ഞി ശലോമോൻ രാജാവിന്റെ ജ്ഞാനത്തിലും ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയ അനുഗ്രഹത്തിലും ആകൃഷ്ടതയായി. ശലോമോനെ നേരിട്ട് സന്ദർശിച്ചപ്പോൾ അവന്റെ ജ്ഞാനം താൻ കേട്ടതിനേക്കാൾ വളരെ ഉയർന്നതാണെന്ന് അവൾ അത്ഭുതപ്പെട്ടു. കടങ്കഥകൾ ഉപയോഗിച്ച് അവൾ ശലോമോനെ പരീക്ഷിക്കുകയും തന്റെ ഹൃദയത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയും ചെയ്തു. ഒടുവിൽ ശലോമോന്റെ ഭരണത്തിന് കീഴിലുള്ള ഇസ്രായേൽ ജനതയെ യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് അവൾ പ്രഖ്യാപിച്ചു. ശലോമോന്റെ കീഴിലുള്ള വിജാതിയർ ഇസ്രായേലിനെ പ്രശംസിച്ചെങ്കിൽ അവന്റെ നിത്യഭരണത്തിന് കീഴിലുള്ള ദൈവജനത്തിന്റെ അനുഗ്രഹത്തിൽ അവർ എത്രയധികം അത്ഭുതപ്പെടണം. യേശു തന്നെ പ്രഖ്യാപിച്ചു, തെക്കേ ദേശത്തിലെ രാജ്ഞി ഭൂമിയുടെ അറുതികളിൽ നിന്ന് ശലോമോന്റെ ജ്ഞാനം കേൾക്കാൻ വന്നു. തീർച്ചയായും ശലോമോനേക്കാൾ വലിയവൻ ഇവിടെയുണ്ട്. ഇത് മത്തായി 12-ാം അധ്യായം 42-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ജ്ഞാനവും സമൃദ്ധിയും കൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നെങ്കിലും ശലോമോന്റെ ഭരണം 40 വർഷം മാത്രം നീണ്ടുനിന്നു. അദ്ദേഹത്തിന്റെ മരണത്തോടെ അവസാനിച്ചു. എന്നാൽ കർത്താവിന്റെ ഭരണം ശാശ്വതമാണ്. അവന്റെ ജ്ഞാനത്തിന് അതിരുകളില്ല. ശലോമോന്റെ ജ്ഞാനത്തിന്റെ ഉറവിടം അവനാണ്. ചോദിക്കുന്ന ഏതൊരാൾക്കും അവൻ ഉദാരമായി ജ്ഞാനം നൽകുന്നു. ഇത് യാക്കോബ് 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവമക്കളെ, അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരിക്കുന്നതിന്റെ അതുല്യമായ പദവി തിരിച്ചറിയുക. അവന്റെ വകയായിരിക്കുന്നതിന്റെ ബഹുമാനത്തിനും അവൻ നിങ്ങൾക്ക് നൽകിയ അളവറ്റ അനുഗ്രഹങ്ങൾക്കും നിങ്ങളുടെ ഹൃദയങ്ങൾ നന്ദിയോടെ നിറയട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം മത്തായി സുവിശേഷം 6-ാം അധ്യായം 28-29 വാക്യങ്ങൾ. ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സംഖ്യാപുസ്തകം 15-16 അധ്യായങ്ങൾ, വൈകുന്നേരം മർക്കോസ് 6-ാം അധ്യായം 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.